ഹായ് ഫ്രണ്ട്സ്, ഡ്രീംസ് ഡിഫൻസ് അക്കാഡമിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളുടെ കേരള പോലീസിന്റെ ആദ്യത്തെ ദിവസമായിരുന്നു ഇന്ന്. ആദ്യത്തെ ഫിസിക്കലിന്റെ ഇവന്റിനുള്ള ആദ്യത്തെ ദിവസമായിരുന്നു. അപ്പോൾ നമ്മൾ ഡ്രീംസ് ഡിഫൻസ് അക്കാഡമിയുടെ പേരിൽ നമുക്ക് നല്ലൊരു വിജയം കുറിച്ച ഒരു 4 പേരുണ്ട്. ഇന്ന് പോയ 4 പേര് വിജയിച്ചിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഒരാൾ ഓൺ ദി വേ ആണ്. അപ്പോൾ നമുക്ക് 3 പേര് നമ്മുടെ കൂടെ തന്നെ ഉണ്ട്. അപ്പോൾ നമുക്ക് അവരോട് ചോദിക്കാം എങ്ങനെ ഉണ്ടായിരുന്നു അവരുടെ എക്സ്പീരിയൻസ് എന്നുള്ളത്, നമ്മുടെ ഫിസിക്കൽ എങ്ങനെയായിരുന്നു എന്നുള്ളത് നമുക്ക് അവരോടൊന്ന് ചോദിച്ചറിയാം. ആദ്യമായിട്ട് അജീഷ്. ആദ്യമായിട്ട് നമ്മളിങ്ങനെ ഫിസിക്കൽ ഒരു എക്സാം പാസ്സായിട്ട് ഒരു ട്രെയിനിങ്ങിന് വരുന്നതും അങ്ങനെ ട്രെയിൻ ചെയ്തിട്ടൊരു ഫിസിക്കൽ ടെസ്റ്റിനായിട്ട് പോകുന്നതെല്ലാം ആദ്യമായിട്ടാണ്. അപ്പം എന്താ പറയേണ്ടതെന്ന് ശരിക്കും അറിയത്തില്ല. ട്രെയിനിങ്ങിൻ്റെ എഫേർട്ട് കൊണ്ടായിരിക്കും ആദ്യത്തെ 5 ഇരുന്ന് തന്നെ നല്ലപോലെ ചെയ്യാനും പറ്റി, നല്ലപോലെ പാസ്സായി. ഒരു ഫിസിക്കൽ ടെസ്റ്റിനെ പറ്റി പറയുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ഹാർഡായിട്ടുള്ള ടെസ്റ്റ് തന്നെയായിരുന്നു. അപ്പോൾ ആദ്യത്തെ 5 ഇരുന്ന് തന്നെ ക്രാക്ക് ചെയ്യാൻ പറ്റിയത് ഭയങ്കര സന്തോഷമുണ്ട്. ഇവിടെ വന്നപ്പം കയ്യിൽ ഐറ്റങ്ങളൊന്നും ഇല്ലായിരുന്നു. അന്നത്തെ ട്രെയിനിങ് കൊണ്ടായി 5 ഇരുന്ന് നമുക്ക് പെട്ടെന്ന് ക്രാക്ക് ചെയ്യാൻ പറ്റിയത്. 100 മീറ്റർ ആണെങ്കിലും ഹൈ ജമ്പ് ആണെങ്കിലും ലോങ് ജമ്പ് ആണെങ്കിലും അണ്ണൻ നല്ലൊരു വർക്കൗട്ട് തന്നിട്ടുണ്ട്. പ്രോപ്പർ വർക്കൗട്ട് ആയതുകൊണ്ട് തന്നെ ഇതെല്ലാം ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ എല്ലാം ക്ലിയർ ചെയ്യാൻ പറ്റി. അങ്ങനെ ഷോർട്ട് പുട്ടും ബോൾ ത്രോയിലും അങ്ങനെ ആദ്യത്തെ 5 ആയിരുന്നു തന്നെ അത്യാവശ്യം നല്ലപോലെ പാസ്സായി. അപ്പോൾ അണ്ണൻ്റെ ഒരു ട്രെയിനിങ്ങും ബാക്കി നമ്മുടെ എഫോർട്ടും കാര്യങ്ങളും എല്ലാം കൊണ്ട് നല്ലോണം ക്രാക്ക് ചെയ്യാൻ പറ്റിയത് ഒരുപാട് സന്തോഷമുണ്ട്. രണ്ടാമതായിട്ട് നമ്മുടെ ഹരിയണ്ണനുണ്ട്. ഹരിയണ്ണൻ ആദ്യത്തെ ഐറ്റംസ് ഏതൊക്കെ ഐറ്റംസ് ആണ് പാസ്സായത്, ഫിസിക്കൽ പൊതുവെ എങ്ങനെ ഉണ്ടായിരുന്നു കൂടി ഹരിയണ്ണൻ പറയും. ഫിസിക്കല് പൊതുവേ ഹാർഡായിരുന്നു. അത്ര വലിയ ലിബറൽ ആയിട്ടൊന്നും ആരും സപ്പോർട്ടൊന്നും ഇല്ലായിരുന്നു. പിന്നെ പ്രോപ്പറായിട്ട് പോയി നല്ല രീതിയിൽ അറ്റംപ്റ്റ് ചെയ്ത് എന്നെ സംബന്ധിച്ചിടത്തോളം ഡൂ ഓർ ഡൈ ആയിരുന്നു. കാരണം എന്ന് വെച്ചാൽ എൻ്റെ ലാസ്റ്റ് അറ്റംപ്റ്റ് ആണ്. കഴിഞ്ഞ തവണ ഞാൻ ഫിസിക്കല് ഫെയിലായിട്ട് ആകെ വിഷമിച്ചിരിക്കുമായിരുന്നു. പക്ഷേ പിന്നെ ശരണൻ്റെ അടുത്ത് വന്നിട്ട് നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്തു. ആദ്യത്തെ 5 ഐറ്റംസ് തന്നെ പാസ്സായി. ഐറ്റംസ് എങ്ങനെ ഉണ്ടായിരുന്നു, വന്നപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു, പിന്നെ ഐറ്റംസ് വർക്കൗട്ടൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? വന്നപ്പോൾ എല്ലാം ഒരു ആവറേജ് ഇതായിട്ടാണ് നിന്നത്. പക്ഷേ ഇവിടുത്തെ നല്ല പ്രോപ്പറായിട്ടുള്ള വർക്കൗട്ടുകൾ കാരണം എല്ലാം നല്ല രീതിയിൽ ആദ്യത്തെ 5 ഐറ്റംസും ആദ്യ അറ്റംപ്റ്റിൽ തന്നെ കിട്ടി. ഭയങ്കര സന്തോഷമുണ്ട്. ശരണനോട് സ്പെഷ്യൽ താങ്ക്സ് ഉണ്ട്. കാരണം അതേപോലെയായിരുന്നെങ്കിൽ ഞാൻ ഇപ്പം വീണ്ടും വിഷമിച്ചിരിക്കേണ്ട ഒരു അവസ്ഥയിലായിരുന്നേനെ. കാരണം കഴിഞ്ഞ തവണ കിട്ടിയിട്ടില്ലായിരുന്നു, അത്രയ്ക്ക് വിഷമിച്ചിരുന്നായിരുന്നു. പക്ഷെ ഇത്തവണ ഭയങ്കര ഹാപ്പിയാണ്, നല്ലപോലെ സന്തോഷമുണ്ട്. ഓക്കെ, നമ്മുടെ അടുത്തതായിട്ട് നമ്മുടെ പ്രഫുലണ്ണനുണ്ട്. പ്രഫുലണ്ണനും ഇന്നത്തെ 5 ഇവന്റ്, ആദ്യത്തെ 5 ഇവന്റും ആദ്യത്തെ അറ്റംപ്റ്റുകളിൽ തന്നെ പാസ്സായതാണ്. അപ്പോൾ വളരെ നന്നായിട്ട് വർക്കൗട്ട് ചെയ്ത് സ്ഥിരമായിട്ട് നമ്മുടെ ഗ്രൗണ്ടിൽ ഉണ്ടാവുന്ന ആളായിരുന്നു. അപ്പോൾ എങ്ങനെയായിരുന്നു വർക്കൗട്ടിന്റെ എക്സ്പീരിയൻസ് എന്നും അതുപോലെ തന്നെ ഇന്നത്തെ ഇവന്റ് എങ്ങനെ ഉണ്ടായിരുന്നു, പൊതുവെ ഫിസിക്കൽ എങ്ങനെയായിരുന്നു എന്നുള്ളതും പ്രഫുലണ്ണൻ പറയും. ഫിസിക്കൽ പൊതുവെ പാടായിരുന്നു. അധികം നമ്മളിവിടെ ചെയ്ത വർക്കൗട്ടിൻ്റെ ഗുണം കൊണ്ട് മാത്രമാണ് കിട്ടിയത്. വന്ന ടൈമിൽ എനിക്ക് ഒരു ഐറ്റം പോലും ഇല്ലായിരുന്നു. അണ്ണൻ്റെ സഹായം കൊണ്ട് മാത്രമാണ് എനിക്ക് ഈ ഐറ്റം കിട്ടിയതും ആദ്യത്തെ അറ്റംപ്റ്റ് തന്നെ പാസ്സായതുമല്ല. അണ്ണൻ പക്കയായിട്ട് പ്രോപ്പറായിട്ട് നമുക്ക് എന്തൊക്കെ വേണം, എന്തൊക്കെ അറിയണം, നമ്മൾ ഒരു ഐറ്റത്തിന് എന്തൊക്കെ വേണമെന്നെല്ലാം കൃത്യമായിട്ട് പറഞ്ഞു തന്നു. അപ്പോൾ ഒരു വിദ്യാർത്ഥിക്ക് എന്തൊക്കെ ഐറ്റം ഇല്ല ആ ഐറ്റത്തിൽ കറക്റ്റ് ഫോക്കസ് ചെയ്തിട്ട് ആ ഐറ്റം കിട്ടുന്ന രീതിയിലാണ് അണ്ണൻ എല്ലാം ചെയ്തത്. എനിക്ക് കറക്റ്റ് പറയുമെങ്കിൽ 100 മാത്രമേ ഉള്ളായിരുന്നു. ബാക്കി ലോങ്, ഹൈ, റോപ്പ്, ചിന്നിങ്ങും ഉണ്ടായിരുന്നു. ഈ ഹൈ, റോപ്പ് എല്ലാം 1500 ഉൾപ്പെടെ അണ്ണൻ്റെ കഷ്ടപ്പാട് കൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെ വന്നത്. പിന്നെ എൻ്റെ ഒരു പ്രയത്നം കൊണ്ട്. അപ്പോൾ ഈ വിജയം ഞാൻ അണ്ണനോട് മാത്രമാണ് പറയുന്നത്. കാരണം അണ്ണൻ്റെ കഷ്ടപ്പാടാണ് ഞാൻ ഇങ്ങനെ നിൽക്കുന്നതും ഈ 5 ഐറ്റം പാസ്സായി നിൽക്കുന്നത്. അപ്പം ഒരാൾ നമ്മുടെ എത്തിയിട്ടില്ല. പക്ഷെ നമ്മൾ ആദ്യത്തെ ദിവസം തന്നെ നമ്മൾ പോയ 4 പേരും ആദ്യത്തെ 5 ഇവന്റ്സും പ്രോപ്പറായിട്ട് ചെയ്ത് ആദ്യത്തെ 5 ഇവന്റ്സിൽ തന്നെ പാസ്സായി. വളരെ മികച്ച ഒരു വിജയമാണ് നമുക്ക് ഡ്രീംസ് ഡിഫൻസിന് ഇന്ന് കിട്ടിയിരിക്കുന്നത്. നമ്മൾ എന്തുകൊണ്ടും വളരെ സന്തോഷമാണ്. ഇതിന് ഏറ്റവും കൂടുതൽ കാരണമായിട്ടുള്ള ആൾ ശരണണ്ണനാണ്. ശരണണ്ണൻ അത്രയും നല്ല കോച്ചിങ് ആണ് തരുന്നത്. ആദ്യത്തെ 5 ഇവന്റ് തന്നെ ഇത്രയും പേര് 4 പേരും പാസ്സാവണമെന്നുണ്ടെങ്കിൽ അത്രയും പ്രോപ്പറായിട്ടുള്ള കോച്ചിങ് കിട്ടിയിട്ട് തന്നെയാണ്. അപ്പോൾ എല്ലാവർക്കും എന്തായാലും കൺഗ്രാറ്റ്സ്, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.